കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ ആരണ്യകാണ്ഡം 5-ാം സർഗത്തിലേക്ക് പ്രവേശിച്ചുല്ലോ. എന്നിട്ട് 10-ാമത്തെ ശ്ലോകമാണ് ചെയ്തത്. അപ്പോൾ അതിൽ പറഞ്ഞു എന്താണ്, ശൂർപ്പണഖ നിങ്ങളാരാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ രാമനാണ്, ഞാൻ അയോധ്യ രാജാവിൻ്റെ പുത്രനാണ്, ഈ സുന്ദരിയായിട്ടുള്ള സ്ത്രീ എൻ്റെ ഭാര്യയാണ്, സീത എന്നാണ് പേര്, ജനക മഹാരാജാവിൻ്റെ മകളാണ്, ഇതെൻ്റെ അനുജനാണ്, ലക്ഷ്മണൻ എന്നാണ് പേര്, നല്ല സുന്ദരനായിട്ടുള്ള ഈ ലക്ഷ്മണൻ എൻ്റെ അനുജനാണ്, എന്നെക്കൊണ്ട് ഇപ്പം നിനക്ക് എന്താണ് ആവശ്യം, എന്താ വെച്ചാൽ കാര്യം പറയൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പം ഇനി ശൂർപ്പണഖ ഏഹി രാമമയാ, എന്താ ശൂർപ്പണഖ പറയുകയാണ് അപ്പം രാമനോട്, ഏഹി രാമമയാ സാർദ്ധം രമസ്വഗിരികാനനെ കാമാർത്താഹം ന ശക്നോമി ത്യക്തും ത്വാം കമലേക്ഷണം. തുറന്നങ്ങടെ ഒരു മടിയില്ല. എന്താ പറയണ ശൂർപ്പണഖ, രാമ മയാ സാർദ്ധം ഏഹി, ഹേ രാമ എന്നോടുകൂടി വന്നാലും, ഗിരികാനനെ രമസ്വ, എന്നിട്ട് നമുക്ക് ഈ കാടുകളിലൊക്കെ നമുക്ക് രണ്ടാൾക്കും കൂടി രമിക്കാം. കാമാർത്ത അഹം, ഞാൻ അങ്ങേയറ്റം കാമപരവശയായിട്ടുള്ള ഞാൻ, കമലേക്ഷണം ത്വാം, താമരയുതൽ പോലത്തെ കണ്ണുകളുള്ള അങ്ങയെ, ത്യക്തും ത്യജിപ്പാനായിക്കൊണ്ട്, അതായത് അങ്ങ് വിട്ടുപോവാൻ, ന ശക്നോമി എനിക്ക് ശക്തിയില്ല, അത്ര അധികം ഞാൻ കാമപരവശയായിരുന്നു അങ്ങയെ കണ്ടിട്ട്, അതുകൊണ്ട് അങ്ങ് എൻ്റെ കൂടെ വരൂ, നമുക്ക് രണ്ടാൾക്കും കൂടി ഈ കാട്ടിൽ സുഖമായിട്ട് രമിക്കാം എന്നാണ് പറയണത് ശൂർപ്പണഖ. ഏഹി രാമമയാ സാർദ്ധം രമസ്വഗിരികാനനെ കാമാർത്താഹം ന ശക്നോമി ത്യക്തും ത്വാം കമലേക്ഷണം. ഇനി 3 ശ്ലോകം. രാമ സീതാം കടാക്ഷേണ പശ്യൻ സസ്മിതമബ്രവീദ് ഭാര്യ മമൈഷാ കല്യാണി വിദ്യതേ ഹ്യനപായിനി ത്വം തു സാപത്ന്യദുഃഖേന കഥം സ്ത്വാസ്യസി സുന്ദരി ബഹിരാസ്തേ മമ ഭ്രാതാ ലക്ഷ്മണോതീവ സുന്ദര തവാനുരൂപോ ഭവിതാ പതിസ്തേനൈവ സഞ്ചര ഇത്യുക്ത ലക്ഷ്മണം പ്രാഹ പതിർമേ ഭവസുന്ദര. നമുക്കറിയാലോ ആ കളി ശ്രീരാമൻ്റെ ലക്ഷ്മണൻ്റെ. രാമ കടാക്ഷേണ സീതാം പശ്യൻ, രാമൻ സീതയെ കടക്കണ്ണുകൊണ്ടൊന്ന് നോക്കിയിട്ട് സസ്മിതം അബ്രവീത്, ചിരിച്ചും കൊണ്ട് പറഞ്ഞു. നമുക്കതിങ്ങനെ കാണാം അല്ലേ ആ ഒരു രംഗം. ശ്രീരാമൻ ഇങ്ങനെ പിന്നെ എന്താണ്, നമുക്ക് രണ്ടാൾക്കൂടി കാട്ടിൽ പോയി രമിക്കാമെന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ എന്താണ് സീതയെ നോക്കി ഒന്ന് ചിരിച്ചും കൊണ്ട് കടക്കണ്ണ് കൊണ്ടൊന്ന് നോക്കി ചിരിച്ചും കൊണ്ട് പറയാണ്, എന്ത്, ഏഷ കല്യാണി മമ ഭാര്യ, ഈ സുന്ദരി എൻ്റെ ഭാര്യയാണ്, അനപായിനി വിദ്യദേഹി, എന്നെ പിരിയാത്തവളായിട്ട്, അതുകൊണ്ടാണല്ലോ എൻ്റെ കൂടെ കാട്ടിലേക്ക് വന്നത്, ഒരിക്കലും എന്നെ പിരിയാത്തവളാണ് അനപായിനി വിദ്യതേ, അവൾ പിരിയാത്തവളായിരിക്കണ്ടല്ലോ. ത്വം തു, നീയാകട്ടെ, സാപത്നി ദുഃഖേന, അതായത് സപത്നിമാരും ദുഃഖത്തോടു കൂടി നിനക്ക് വിഷമാവും, ഇവളെൻ്റെ ഭാര്യയാണേ, അപ്പോൾ രണ്ടാമത്തെ ഒരു ഭാര്യയായിട്ട് നിനക്ക് വേണ്ടിയിരും. സുന്ദരി കഥം സ്ഥാസ്യഹി, ഹേ സുന്ദരി എങ്ങനെ രണ്ടാമത്തെ ഭാര്യയായിട്ട് ഇരിക്കാൻ നന്നല്ല, സപത്നിയായിട്ട്. അതീവ സുന്ദര മമ ഭ്രാത ലക്ഷ്മണ, എൻ്റെ അതിസുന്ദരനായിട്ടുള്ള ലക്ഷ്മണൻ എന്ന അനുജൻ ദാ പുറത്ത് നിൽക്കുന്നുണ്ട്. തവ അനുരൂപാപതി, നല്ല യോജിക്കും നിനക്ക്. തേന ഏവ സഞ്ചര, അവനോട് കൂടിയിട്ട് നീയെ രമിച്ചാലും. ഇതി ഉക്ത്വ ലക്ഷ്മണം പ്രാഹ, ഇത് കേട്ടപ്പോൾ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് പോയി പറഞ്ഞു, എന്ത്, സുന്ദര മേ പതി ഭവ, എൻ്റെ ഭർത്താവായി നീ ഭവിച്ചാലും എന്ന് പറഞ്ഞു. ഒരു മടിയില്ല പറയാൻ അല്ലേ. ആലോചിച്ച് നോക്കൂ. ശ്രീരാമൻ പറഞ്ഞു, അയ്യോ പിന്നെ എന്താണ് ചിരിച്ചും കൊണ്ട് പറഞ്ഞു, അയ്യോ എനിക്ക് എൻ്റെ ഭാര്യ ഉണ്ടല്ലോ, അപ്പം ഞാൻ നിൻ്റെ കൂടെ വന്നാൽ നീ വെറും ഒരു സപത്നിയാവും, അത് അത്ര നല്ലൊരവസ്ഥയല്ല, രണ്ടാമത്തെ ഭാര്യയായിട്ടിരിക്കണത് അത്ര ഒരു സുഖമുള്ള കാര്യമല്ല.
നോക്കൂ, എൻ്റെ അനിയൻ ലക്ഷ്മണൻ തന്നെ ഉള്ളൂ, എത്ര കണ്ടാലാണെങ്കിൽ അതിലേറെ സുന്ദരൻ. അതുകൊണ്ട് ലക്ഷ്മണനെ നീ ലക്ഷ്മണൻ്റെ കൂടെ പൊക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ പാവം ലക്ഷ്മണൻ്റെ അവിടെ പോയിട്ട് പറഞ്ഞു, ഹേ സുന്ദര, നീ എൻ്റെ ഭർത്താവായി തീർന്നാലും അല്ലെങ്കിൽ എൻ്റെ ഭർത്താവായിരിക്കൂ എന്ന് പറഞ്ഞു. എൻ്റെ ഭർത്താവായിരുന്നാലും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നീ അത് 3 വായിച്ച് 15 പോവാം. രാമസീതാം കടാക്ഷേണ പശ്യൻ സസ്മിതമബ്രവീദ് ഭാര്യ മമൈഷ കല്യാണി വിദ്യതേ ഹ്യനപായിനി ത്വം തു സാപത്ന്യദുഃഖേന കഥം സ്ഥാസ്യസി സുന്ദരി ബഹിരാസ്തേ മമ ഭ്രാതാ ലക്ഷ്മണോദീവ സുന്ദരഃ തവാനുരൂപോ ഭവിതാ പതിസ്തേനൈവ സഞ്ചര ഇത്യുക്താ ലക്ഷ്മണം പ്രാഹ പതിർമേ ഭവസുന്ദര. 15 ഭ്രാതുരാജ്ഞാം പുരസ്കൃത്യ സംഗച്ഛാവോദ്യമാചിരം ഇത്യാഹ രാക്ഷസീ ഘോര ലക്ഷ്മണം കാമമോഹിത. ഭ്രാതു ആജ്ഞാം പുരസ്കൃത്യ, ഏട്ടൻ്റെ ആജ്ഞയെ തിരസ്കരിച്ചിട്ട്, സംഗച്ഛാവ നമ്മൾ 2 പേരും ചേർന്നിരിക്കാം, മാ ചിരം താമസിക്കേണ്ട, കാമമോഹിത ഘോര രാക്ഷസി ഇതി ലക്ഷ്മണ ആഹ. അപ്പോൾ പിന്നെ ലബിള് പറയണ പുരസ്കരിച്ചെന്നാണ് കേട്ടോ, ബഹുമാനിച്ചെന്നാണ്. ഭ്രാതുഹ് ആജ്ഞം പുരസ്കൃത്യ എന്നാണ്, അതായത് അവഗണിച്ചിട്ടല്ല. ജ്യേഷ്ഠൻ്റെ ആജ്ഞയെ പിന്നെ ആദരിച്ച് നമുക്ക് 2 ആൾക്കും പറയണം ലക്ഷ്മണനോട്, നീ എൻ്റെ ഭർത്താവായിരിക്കൂ. ഏട്ടൻ പറഞ്ഞില്ലേ നമ്മൾക്ക് നല്ല ചേർച്ചയെന്ന്. അപ്പോൾ ഏട്ടൻ്റെ വാക്കിനെ ആദരിച്ചുകൊണ്ട് നമുക്ക് 2 പേർക്കും ഒന്നിച്ചിരിക്കാം. പിന്നെ മാ ചിരം, ഒട്ടും കാലതാമസം വേണ്ട, വരൂ. കാമമോഹിത ഘോര രാക്ഷസി ഇതി ലക്ഷ്മണമാഹ. അത് പറഞ്ഞു. കാമപരവശയായിട്ടുള്ള ഈ ശൂർപ്പണഖ എന്ന രാക്ഷസി ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞ? ആദ്യം പറഞ്ഞു, കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എൻ്റെ ഭർത്താവായിരുന്നോളൂ. ഇതാ അപ്പോൾ ഏട്ടൻ പറയണത് കേട്ടില്ലേ, നമുക്ക് നമ്മൾ നല്ല ചേർച്ചയാണ്, നിങ്ങൾ യോജിക്കുന്ന, അത് കേട്ട എൻ്റെ കൂടെ വരൂ, നമുക്കൊന്നിച്ചിരിക്കാം എന്ന് നല്ലോണം വ്യക്തമായിട്ട് ശൂർപ്പണഖ പറഞ്ഞു. ഭ്രാതു അതായത് ഏട്ടൻ്റെ ആജ്ഞ അനുസരിച്ചോളൂ പോവുകയെന്ന്. ഭ്രാതുരാജ്ഞാം പുരസ്കൃത്യ സംഗച്ഛാവോദ്യമാചിരം ഇത്യാഹ രാക്ഷസീ ഘോര ലക്ഷ്മണം കാമമോഹിതയായിട്ട് പറഞ്ഞു. അപ്പോൾ 16ഉം 17ഉം ഒന്നിച്ചാണ് കേട്ടോ. താമാഹ ലക്ഷ്മണ സാധ്വി ദാസോഹം തസ്യ ധീമത ദാസീ ഭവിഷ്യസി ത്വം തു തതോ ദുഃഖതരം नु കിം തമേവ ഗച്ഛ ഭദ്രം തേ സദു രാജാഖിലേശ്വര തച്ഛ്രുത്വാ പുനരപ്യാഗാദ്രാഘവം ദൃഷ്ടമാനസ. അപ്പോൾ ലക്ഷ്മണൻ പറഞ്ഞു, എന്താ ലക്ഷ്മണൻ്റെ സൂത്രം? ലക്ഷ്മണ താം ആഹ, ലക്ഷ്മണൻ അവളോട് എന്താ പറഞ്ഞ്? സാധ്വി, ഹേ അഹം ധീമത തസ്യ ദാസ, ഹേ എൻ്റെ ശൂർപ്പണഖേ, ഞാൻ ബുദ്ധിമാനായിട്ടുള്ള അവൻ്റെ, അതായത് എൻ്റെ ഏട്ടൻ അത്ര ബുദ്ധിശാലിയാണ്, ആ ഏട്ടൻ്റെ ഒരു ദാസൻ അത്രയേ ഉള്ളൂ ഞാനൊരു വെറുതെ ഒരു ഭൃത്യൻ ആ ഏട്ടൻ്റെ. എൻ്റെ ഏട്ടൻ ബുദ്ധിമാനായിട്ടുള്ള ആളാണ്, ആ ഏട്ടൻ്റെ ഒരു ഭൃത്യനാണ് ഞാൻ. അപ്പോൾ തു ദാസി ഭവിഷ്യതി, നീ എന്നെ വിവാഹം കഴിച്ചാൽ നീ ദാസിയാവും, ഞാൻ ദാസനാണ്, അപ്പം നീ ദാസിയാവും. തഥ കിന്നു ദുഃഖതരം, അതിൻ്റെ മീതെ എന്താ ദുഃഖമുള്ളത്? നിനക്ക് ദാസിയായിട്ട് ജീവിതം മുഴുവൻ, അതായത് ശ്രീരാമൻ്റെ സീതയുടെയും ദാസിയായിട്ട് ജീവിതം മുഴുവൻ കഴിയേണ്ടി വരും. എന്തൊരു കഷ്ടാവും, നിനക്ക് നല്ല ദുഃഖമാവും. അപ്പോൾ തഥ കിന്നു ദുഃഖതരം, അതിന്മീതെ എന്താ ദുഃഖമുള്ളത്? തമ്യേവ ഗച്ഛ, അവൻ്റെ അടുത്തേക്ക് തന്നെ പൊക്കോളൂ, ഏട്ടൻ്റെ അടുത്തേക്ക് തന്നെ പൊക്കോളൂ. തേ ഭദ്രം, നിനക്ക് മംഗളം വരട്ടെ. സതു അഖിലേശ്വര രാജ, അതായത് ശ്രീരാമൻ രാജാവാണ്, മൂത്തപുത്രനല്ലേ, സർവേശ്വരനാണ്. അത് ശ്രുത്വ, അത് കേട്ടിട്ട് ദുഷ്ടമാനഹാസ, ദുഷിച്ച മാനസത്തോടു കൂടിയ അവള് പുനഃ അഭിരാഘവം അഗാത്, പിന്നെയും രാഘവൻ്റെ അടുത്ത് തിരിച്ചെത്തിന്ന്. അപ്പം ലക്ഷ്മണൻ നല്ല സൂത്രം പറഞ്ഞു. എന്താ അറിയോ? ഹേ ശൂർപ്പണഖേ, ഞാൻ പറയട്ടെ, എൻ്റെ ഏട്ടൻ വളരെ ബുദ്ധിമാനായിട്ടുള്ളൊരു രാജാവാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു
ഒരു ഭൃത്യനാണ് ഞാൻ, ദാസനാണ്. അപ്പം നീ എന്നെ വിവാഹം കഴിച്ചാൽ നീ വെറും ദാസിയായിത്തീരും. അത് കഷ്ടല്ലേ, ഏറ്റവും ദുഃഖമുള്ള കാര്യമല്ലേ അത്. അതുകൊണ്ട് നീ ഏട്ടൻ്റെ അടുത്തേക്ക് എന്നെ പൊക്കോളൂ. അദ്ദേഹം സർവ്വ ലോകത്തിൻ്റെയും രാജാവാണ്, സർവാധിപനാണ്. അപ്പോൾ ആ സർവത്തിൻ്റെ ഈശ്വരനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എന്നെ പൊക്കോളൂ, നിനക്ക് മംഗളം ഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ പാവം ദുഷിച്ച മനസ്സോടുകൂടി ആ ശൂർപ്പണഖ, കാമപരവശയായിട്ടുള്ള ശൂർപ്പണഖ തിരിച്ച് ലക്ഷ്മണനെ വിട്ട് തിരിച്ച് വീണ്ടും ശ്രീരാമൻ്റെ അടുത്തേക്ക് വന്നു. താമാഹ ലക്ഷ്മണ സാധ്വി ദാസോഹം തസ്യ ധീമത ദാസീ ഭവിഷ്യസി ത്വം തു തതോ ദുഃഖതരം नु കിം തമേവ ഗച്ഛ ഭദ്രം തേ സതു രാജാഖിലേശ്വര തശ്രുത്വാ പുനരപ്യാഗാദ് രാഘവം ദുഷ്ടമാനസ. ഇനി 1, 2, 3, 4, 5 ശ്ലോകം ഒന്നിച്ച് ചെയ്യാൻ കേട്ടോ. ക്രോധാദ്രാമ കിമർത്ഥം മാം ഭ്രാമയസ്യനവസ്ഥിത ഇദാനീമേവ താം സീതാം ഭക്ഷയാമി തവാഗ്രതഃ. പിന്നെ എന്താണ്, ഈ ശൂർപ്പണഖയുടെ ഭാവമൊക്കെ മാറിത്തിറങ്ങി, ദേഷ്യം വന്നേ. ഇത്യുക്ത്വാ വികടാകാരാ ജാനകീമനുധാവതി തതോ രാമാജ്ഞയാ ഖൽഗമാദായ പരിഗൃഹ്യതാം ചിച്ഛേദനാസാം കർണൗ ച ലക്ഷ്മണോ ലഘുവിക്രമ തതോ ഘോരധ്വനിം കൃത്വാ രുധിരാക്തവപുർദ്രുതം ക്രന്ദമാനാ പപാതാഗ്രേ ഖരസ്യ പുരുഷാക്ഷരാ കിമേതദി താമാഹ ഖരതരാക്ഷരഃ കേനേദം കാരിദാസിത്വം മൃത്യോർവക്ത്രാനുവർത്തിന വദമേ തം വധിഷ്യാമി കാലകൽപ്പമഭീക്ഷണാത്. കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. ക്രോധാത്, കോപത്തോടുകൂടി, ഹേ രാമ, അനവസ്ഥിത, അസ്ഥിരചിത്തനായിട്ട്, കിമർത്ഥം മാം ഭ്രാമയസി, എന്തിനായിട്ട് എന്നെ ഇങ്ങനെ ഇട്ട് കളിപ്പിക്കണ? അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ലക്ഷ്മണൻ അങ്ങനെ പറഞ്ഞു. അപ്പോൾ എന്തിനാ എന്നെ ഇങ്ങനെ ഭ്രമിപ്പിക്കണ, കളിപ്പിക്കണ? ഇതാനീം ഏവതാം സീതാം, ഇപ്പോൾ തന്നെ ഈ സീതയെ തവ അഗ്രഹ, നിൻ്റെ മുന്നിൽ വെച്ച് ഭക്ഷയാമി, ഞാൻ ഭക്ഷിക്കുന്നു. ഇത്യുക്ത്വ എന്ന് പറഞ്ഞിട്ട് വികടാകാര, അതാ പെട്ടെന്ന് രൂപം കൂടെ മാറി ഭയങ്കര ഉഗ്രരൂപിയായി. ജാനകിയും അനുധാവതി, സീതയെ സീതയുടെ പിന്നാലെ പോയിട്ട്, സീതയുടെ അടുത്തേക്ക് പോയിട്ട്, തതഹ രാമാജ്ഞയോടുകൂടെ അലഘുവിപ്രമഹ ലക്ഷ്മണ അപ്പോൾ സീതയെ തിന്നാനങ്ങട് ആഞ്ഞു, അതായത് സീതയെ പിടിക്കാനങ്ങട് ആഞ്ഞപ്പോൾ രാമൻ കണ്ണുകൊണ്ട് കാട്ടിയപ്പോൾ വേഗം ലക്ഷ്മണ അലഘുവിക്രമ ലക്ഷ്മണ, മഹാപരാക്രമിയുമായിട്ടുള്ള ലക്ഷ്മണൻ ഖൽഗം ആദായ, വാളെടുത്ത് താം പരിഗ്രഹ്യ, അവളെ ഇങ്ങോട്ട് പിടിച്ചിട്ട് നാസാം കർണൗച, മൂക്കും ചെവിയും ഛേദിച്ചു. തതഹ രുധിരാക്തവപുഹു, അതിനുശേഷം രക്തമൊലിക്കുന്ന ദേഹത്തോടു കൂടിയവളായിട്ട് ഘോരധ്വനിം കൃത്വ, ഭയങ്കരം അട്ടഹസിച്ചുകൊണ്ട്, ക്രന്ദമാന, കരഞ്ഞു, പരുഷാക്ഷര, ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞ്, അധിക്ഷേപ വാക്കുകൾ പറഞ്ഞുകൊണ്ട്, ഖരസ്യ അഗ്രേ പപാത, ഖരൻ സഹോദരനാണല്ലോ, ആ ഖരൻ്റെ മുമ്പിൽ ചെന്ന് വീണു. ഖരതരാക്ഷര, ഖര അതികഠിന വാക്ക് പറയുന്ന ഖരൻ, മൃത്യോഹോ വക്ത്രാനുവർത്തിനാക്കേന, അതായത് പിന്നെ ആരാണ് മരിക്കാൻ തയ്യാറായിട്ടുള്ള ഏതൊരാളാണ് ഇതം ത്വം കാരിത അസി, എൻ്റെ ഈ സഹോദരിയെ ഇങ്ങനെ വിരൂപയാക്കാൻ പുറപ്പെട്ട ആള്, മരണത്തിലേക്ക് യാത്ര പുറപ്പെട്ട ആളാണെന്ന് പറയുക. തമ്മേവത, അവനെ ആരാന്ന് എന്നോട് പറയൂന്ന് ഖരൻ. കാലകൽപ്പം അഭീക്ഷണാൽ വധിഷ്യാമി, എത്ര കാലനെ പോലുള്ള ഒരാളാണെങ്കിലും ഞാൻ ഒരു ക്ഷണം കൊണ്ട് വധിച്ചോളാം എന്ന്. അനവധി കാര്യങ്ങൾ നടക്കേണ്ടതില്ലേ ഈ ശ്ലോകങ്ങളിൽ. എന്താ അറിയോ, ശൂർപ്പണഖയ്ക്ക് ദേഷ്യം വന്നു. പിന്നെ എന്താണ്, ലക്ഷ്മണൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞപ്പോൾ, തിരിച്ചിങ്ങോട്ട് വരാൻ പറഞ്ഞപ്പോൾ അവരിട്ട് കളിപ്പിക്കുക എന്ന് മനസ്സിലായപ്പോൾ ശൂർപ്പണഖ പറഞ്ഞു, ഹേ രാമ, എന്തിനായിട്ടാണ് എന്നെ ഇങ്ങനെ ഭ്രമിപ്പിക്കണേ?
അടുത്തിരിക്കുന്ന ഈ സീത കാരണല്ലേ ഇപ്പം അത്, നീ വിവാഹം കഴിച്ചു അതുകൊണ്ട് പറ്റില്ല എന്നല്ലേ പറഞ്ഞ, എന്നാൽ ശരി ആ സീത ഇല്ലാണ്ടേക്കാം, അവളെ ഞാൻ നീ കാണത്തന്നെ ഇതാ പിടിച്ച് തിന്നാൻ പോണു എന്ന് പറഞ്ഞ് സീതയുടെ അടുത്തേക്ക് അങ്ങോട്ട് വന്നു. അപ്പോൾ രാമൻ്റെ ആജ്ഞ അനുസരിച്ചിട്ട് തന്നെ മഹാപരാക്രമശാലിയായിട്ടുള്ള ലക്ഷ്മണൻ വാള് കൈയെടുത്ത് ശൂർപ്പണഖയെ പിടിച്ച് ശൂർപ്പണഖയുടെ മൂക്കും ചെവിയും മുറിച്ച് വിരൂപയാക്കി. അപ്പോൾ അങ്ങനെ രക്തം അങ്ങനെ ഒഴുകുന്നുണ്ടേ. ആ ഒഴുകുന്ന രക്തത്തോടു കൂടി അവൾ ഓടി ഉച്ചത്തിൽ അട്ടഹസിച്ചു കൊണ്ട് കരഞ്ഞും കൊണ്ട് ഖരൻ്റെ മുമ്പിൽ ചെന്ന് വീണു. എന്നിട്ട് ഖരനെ ചീത്ത പറയാൻ തുടങ്ങി. നിങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താ എനിക്ക് കാര്യം, നിങ്ങളെപ്പോലെയുള്ള വീരന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം എന്താ എനിക്ക് പറ്റിയത് കണ്ടില്ലേ എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പോൾ ഈ ശൂർപ്പണഖ ഇങ്ങനെ വിരൂപയായിട്ട് കണ്ടപ്പോൾ ഖരൻ ഈ പറഞ്ഞു, ഇതെന്താണ്, ആരാണ് നിന്നെ ഇങ്ങനെ വിരൂപയാക്കി വിട്ടത്? അവൻ യമാലയത്തിലേക്ക് പോവാൻ റെഡി ആയിക്കോട്ടെ, ഞാനിപ്പം അവനെ കൊല്ലുന്നർത്ഥം, അവന് മരണം അടുത്തിരിക്കുന്നു, ആരാ നിന്നെ ഇങ്ങനെ വികൃതയാക്കിയത്? ആ എന്താണ് ആ ആളുടെ മരണം ദാ അടുത്തിരിക്കുന്നു, ഞാൻ അവൻ ആരാന്ന് പറയൂ, എത്ര വലിയ കാലതുല്യനാണെങ്കിലും ഞാൻ അവനെ ഇപ്പോൾ ഒരു ക്ഷണം കൊണ്ട് ഞാനിപ്പോൾ അവനെ നിഗ്രഹിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിൽ പറഞ്ഞത് അല്ലേ. ഇനി നമുക്ക് അതെ ഇനി നമുക്ക് എത്രണ്ണം ഈ 5 ചൊല്ലിയിട്ട് നമുക്ക് ഒന്നും കൂടിയും പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഞാൻ പറ്റുണ്ടാവും. ക്രോധാദ്രാമ കിമർത്ഥം മാം ഭ്രാമയസ്യനവസ്ഥിത ഇദാനീമേവ താം സീതാം ഭക്ഷയാമി തവാഗ്രതഃ ഇത്യുക്ത്വാ വികടാകാര ജാനകീമനുധാവതി തതോ രാമാജ്ഞയാ ഖൽഗമാദായ പരിഗൃഹ്യതാം. അപ്പോൾ രാമൻ്റെ ആജ്ഞയോട് കൂടിയിട്ട് തന്നെയാണ് ലക്ഷ്മണൻ മൂക്കും ചെവിയും മുറിച്ചത് കേട്ടോ. ചിച്ഛേദനാസാം കർണൗ ച ലക്ഷ്മണോ ലഘുവിക്രമ തതോ ഘോരധ്വനിം കൃത്വാ രുധിരാക്തവപുദ്രുതം. ചോര ഒലിച്ചും കൊണ്ട് അട്ടഹസിച്ചും കൊണ്ട് ഓടി. ക്രന്ദമാന പപാദാഗ്രേ ഖരസ്യ പുരുഷാക്ഷര കിമേദതി താമാഹ ഖര ഖരതരാക്ഷര. ഖരൻ്റെ മുമ്പിൽ ചെന്ന് ഖരനെ അധിക്ഷേപിച്ചു കൊണ്ട് അവിടെ ചെന്ന് വീണു. അപ്പം ഖരൻ എന്താ പറഞ്ഞ്, കേനേദം കാരിദാസിത്വം മൃത്യോർവക്താനുവർത്തിന, നിന്നോട് ഇത് ചെയ്തവന് മരണം അടുത്തിരിക്കുന്നു. വധമേത്വം, ആരാന്ന് പറയൂ. വധിഷ്യാമി, ഞാൻ കൊന്നോളാം. കാലകൽപ്പമഭീക്ഷണാത്, കാലിനെ പോലെ ഭയങ്കരനാണെങ്കിലും ഞാൻ കൊന്നോളാം എന്ന് പറഞ്ഞു അല്ലേ. തമാഹ രാക്ഷസീ രാമ സീതാലക്ഷ്മണ സംയുത ദണ്ഡകം നിർഭയം കുറുവന്നാസ്തേ ഗോദാവരീ തടേ മാമേവം കൃതവാംസ്തസ്യ ഭ്രാതാ തേനൈവ ചോദിത യദി ത്വം കുലജാതോസി വീരോസി ജഹി തൗ രിപു തയോസ്തു രുധിരം പാസ്യേ ഭക്ഷയൈതൗ സുദുർമദൗ നോ ചേൽ പ്രാണാൻ പരിത്യജ്യ യാസ്യാമി യമസാദനം. എന്താണ് രാക്ഷസീത്തം? ആഹാ, ആ രാക്ഷസി അപ്പം അവനോട് പറഞ്ഞു, ആരാണ് എന്നെ ഉപദ്രവിച്ചത്, എന്നെ എങ്ങനെ വിരൂപാക്കിയെന്ന് പറയാണ്. സീതാലക്ഷ്മണ സംയുത രാമ, സീതയോടും ലക്ഷ്മണോടും കൂടിയ രാമൻ ദണ്ഡകം നിർഭയം കുറുവൻ, ഈ ദണ്ഡക വനത്തിൽ ഒരു ഭയമില്ലാതെ ഗോദാവരി തടേ ആസ്തെ, ഗോദാവരി തീരത്തിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ആരാണ് ഇങ്ങനെ വിരൂപിയാക്കിയ ചോദിച്ചപ്പോൾ പറയാണ്, രാമൻ സീതാലക്ഷ്മണ സഹിതനായിട്ട് ഗോദാവരി തീരത്ത് താമസിക്കുന്നുണ്ട്. തസ്യ ഭ്രാത, അവൻ്റെ അനുജൻ തേന ഏവ ചോദിത, അവനാൽ തന്നെ പ്രേരിപ്പിക്കപ്പെട്ടവനായിട്ട് മാം ഏവ കൃതവാൻ, എന്നെ ഇതാ അങ്ങനെ വിരൂപയാക്കി. ത്വം കുലജാത അസി യതി, നീ കുലത്തിൽ ജനിച്ചവനാണെങ്കിൽ, അതായത് നിനക്ക് കുലമഹിമയുണ്ടെങ്കിൽ, വീരഹ അസി യതി, നിനക്ക് വീര്യം, നീ ശൂരവീര പരാക്രമിയാണെങ്കിൽ, തയോഹോ രുധിരം പാസേ, അവരുടെ രക്തത്തെ ഞാൻ പാനം ചെയ്യുന്ന. ഞാൻ പറയാം, എന്നെ ആ ലക്ഷ്മണനാണ് വിരൂപയാക്കിയത്. നിനക്ക് കുലമഹിമയുണ്ടെങ്കിൽ
അതുപോലെ തന്നെ നീ വീരപരാക്രമിയാണെന്ന് നിനക്ക് അഭിമാനം ഉണ്ടെങ്കിൽ അവൻ്റെ ചോര അങ്ങോട്ട് കൊണ്ടുവരൂ, എനിക്ക് കുടിക്കണം എന്ന്. അതാണ്, അവരുടെ രക്തത്തെ ഞാൻ പാനം ചെയ്യുന്നേൻ. സുദുർമദൗ ഏതൗ ഭക്ഷയ, ആ അഹങ്കാരികളായ ഇവരെ നീ ഭക്ഷിച്ചാലും എനിക്ക് ചോര തരാൻ അവരെ കൊന്നിട്ടേ. നോചേൽ, അല്ലെങ്കിൽ പ്രാണാൻ പരിത്യജ്യ, നീ അവരെ കൊന്ന എനിക്ക് ചോര തന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ വെടിയും. യമസാധനം യാസ്യാമി, എന്നിട്ട് ഞാൻ മരണം വരിക്കും എന്ന് പറഞ്ഞു. ശൂർപ്പണഖയ്ക്ക് അത്ര ദേഷ്യം. ശൂർപ്പണഖ എന്താ ഖരനോട് പറഞ്ഞ്, ആരാണ് നിന്നെ എങ്ങനെ ചെയ്ത് വിരൂപയാക്കിയ ചോദിച്ചില്ലേ? അപ്പോൾ പറഞ്ഞു, സീതോടും ലക്ഷ്മണനോടും കൂടി രാമൻ ഗോദാവരി നദീതീരത്ത് വന്ന് താമസിക്കുന്നുണ്ട്. ദണ്ഡകവനത്തിൽ പിന്നെ ഉള്ള രാക്ഷസന്മാരെ മുഴുവൻ കൊല്ലണം എന്നാണ് അവരുടെ ആഗ്രഹം. എന്നിട്ട് ഭീതി ഇല്ലാണ്ട് നടക്കാലോ. ഈ രാമൻ്റെ കൽപ്പന അനുസരിച്ച് തന്നെയാണ് അനുജനായിട്ടുള്ള ലക്ഷ്മണൻ എന്നെ ഇപ്പോൾ എൻ്റെ മൂക്കും പിന്നെ കാതും ഒക്കെ മുറിച്ച് വിരൂപയാക്കിയത്. നീ രാക്ഷസകുലത്തിൽ ജനിച്ചവനല്ലേ, നിനക്ക് കുലമഹിമ തോന്നുന്നുണ്ടെങ്കിൽ, കുലമഹിമയുണ്ടെങ്കിൽ, നീ വീരപരാക്രമിയാണെന്ന് നിനക്ക് അഭിമാനമുണ്ടെങ്കിൽ നീ അവരെ വേഗം പോയി വധിക്കണം. എനിക്ക് അവരുടെ രക്തം കുടിക്കണം. ദുരഹങ്കാരികളായിട്ടുള്ള അവരെ നീ എന്നെ ഭക്ഷിക്കണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാനിതാ എൻ്റെ ദേഹത്യാഗം ചെയ്ത് ഞാൻ യമപുരിയിലേക്ക് പോവും എന്നാണ് പറഞ്ഞാൽ. അങ്ങനെ പിന്നെന്താ പറയുക, വീരവാദം മുഴക്കാണ്. എന്താണ് ശൂർപ്പണഖയ്ക്ക് അത്ര ദേഷ്യം വന്നിട്ട് അങ്ങനെ പറയണത് അല്ലേ. ഇനി നമുക്ക് അടുത്ത 3 ശ്ലോകം കൂടിയും ചെല്ലാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തമാഹരാക്ഷസീ രാമ സീതാലക്ഷ്മണ സംയുത ദണ്ഡകം നിർഭയം കുറുവന്നാസ്തേ ഗോദാവതീ തടേ മാമേവം കൃതവാംസ്തസ്യ ഭ്രാതാ തേനൈവ ചോദിത യദിത്വം കുലജാതോസി വീരോസി ജഹിതൗരിഭൂ തയോസ്തുരുധിരം പാസ്യേ, എനിക്ക് ആ ചോര കുടിക്കണമെന്ന്. ഭക്ഷയൈതൗ സുദുർമദൗ, നീ അവരുടെ മാംസവും തിന്നോന്ന്. നോചേൽ പ്രാണാൻ പരിത്യജ്യ, ഇല്ലെങ്കിൽ ഞാൻ പ്രാണൻ കളഞ്ഞ് യാസ്യാമി യമസാധനം, യമപുരിയിലേക്ക് പോവും. അടുത്ത 3 ശ്ലോകം കൂടി ചെയ്യാം. തച്ഛ്രുത്വാ ത്വരിതം പ്രാഗാൽ ഖരക്രോധേന മൂർച്ഛിത ചതുർദശസഹസ്രാണി രക്ഷസാം ഭീമകർമ്മണാം ചോദയാമാസ രാമസ്യ സമീപം വധകാംക്ഷയാ ഖരശ്ച ത്രിശിരാശ്ചൈവ ദൂഷണശ്ചൈവ രാക്ഷസഃ സർവേ രാമം യയുശീഘ്രം നാനാപ്രഹരണോദ്യതാഃ ശ്രുത്വാ കോലാഹലം തേഷാം രാമ സൗമിത്രിമബ്രവീത്. തശ്രുത്വ, അത് കേട്ടിട്ട്, അതായത് ശൂർപ്പണഖയുടെ വാക്ക് കേട്ടിട്ട്, ക്രോധേന മൂർച്ഛിത ഖര, ക്രോധം കൊണ്ട് ബോധം കെട്ടാന്ന് പറയട്ടെ, അത്ര കോപം കൊണ്ട് ജ്വലിക്കുന്ന ഖരൻ ത്വരിതം പ്രാഗാത്, വേഗം പുറപ്പെട്ടു. ഭീമകർമ്മണാം രാക്ഷസാം ചതുർജസഹസ്രാണി, ഭയങ്കര ദുഷ്ടന്മാരായ 14,000 രാക്ഷസന്മാരെ, അതാണ് ചതുർദശസഹസ്രാണി, ഒപ്പം 14,000 രാക്ഷസന്മാരെ കൂട്ടി. രാമസ്യ വധകാംക്ഷയാ സമീപം ചോദയാമാസ, രാമനെ വധിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ആദ്യം തന്നെ 14,000 ദുഷ്ടരായിട്ടുള്ള രാക്ഷസന്മാരെ അയച്ചു രാമൻ്റെ അടുത്തേക്ക്. ഖരഹാച്ച ത്രിശിരാച്ച ദൂഷണാച്ച, എന്നിട്ട് പിന്നെ ഇവരാണ് വലിയ ആൾക്കാർ. അപ്പോൾ അത്ര തന്നെ വലിയ ആൾക്കാരെ, വലിയ രാക്ഷസന്മാരായിട്ടുള്ള അല്ലാത്ത 14,000 ആൾക്കാരെ ആദ്യം രാമൻ്റെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് ഖരനും ത്രിശിരസ്സും ദൂഷണനും ഈ 14,000 രാക്ഷസന്മാരും കൂടി നാനാപ്രഹരണോദ്യതാഹ, പലവിധ ആയുധങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ട് ശീഘ്രം രാമം യയു, രാമൻ്റെ അടുത്തേക്ക് പോയി. തേഷാം കോലാഹലം ശ്രുത്വ, അവർ ഈ വരണേൻ്റെ ലഹള, ഈ 14,000 ആളൊക്കെ വരുമ്പോൾ എത്ര ശബ്ദം ഉണ്ടാവും, ആ ശബ്ദം കേട്ടിട്ട് രാമ സൗമിത്രിയും അബ്രവീത്, രാമൻ സൗമിത്രിയോടെ അല്ലെങ്കിൽ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു എന്ന്. അതോ ശൂർപ്പണഖ ഇങ്ങനെ പറഞ്ഞില്ലേ, അപ്പോൾ പറഞ്ഞത് കേട്ടപ്പോൾ ഖരന് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഭയങ്കര ക്രുദ്ധനായിട്ട് നല്ലോണം യുദ്ധം ചെയ്യാൻ കഴിവുള്ള 14,000 രാക്ഷസന്മാരെ രാമനെ വധിക്കാനുള്ള ആഗ്രഹം അവരോട് പറഞ്ഞിട്ട് അവരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു പോവാൻ. എന്നിട്ട് ഒപ്പം തന്നെ എല്ലാവരും പലതരത്തിലുള്ള ആയുധങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചും കൊണ്ട് പോയി. അവരുടെ കൂടെ ഇവർ 3 ആളും ഖരനും ത്രിശിരസ്സും ദൂഷണനും വലിയ വലിയ രാക്ഷസന്മാരും കൂടെ പോയി.
ഒപ്പം അങ്ങനെ പുറപ്പെട്ടു. അപ്പോൾ ഈ യാത്ര, അതായത് രാമൻ്റെ അടുത്തേക്ക് പോവുകയാണ് 14,000 രാക്ഷസന്മാരും ഇവർ 3 അപ്പോൾ ആ പിന്നെ വലിയ രാക്ഷസ പടയുടെ ശബ്ദം കേട്ടപ്പോൾ ശ്രീരാമൻ അകലെ നിന്നിങ്ങനെ കേട്ടു ആ രാക്ഷസ പടയുടെ ശബ്ദേ അവർ വരുന്നറിയാലോ ശ്രീരാമന്. അപ്പോൾ അവരുടെ യാത്രയിലുള്ള ആ ഘോഷം കേട്ടിട്ട് ശ്രീരാമൻ ലക്ഷ്മണനോട് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്ക് നിർത്താം ഇവിടെ. തച്ഛുത്വാ ത്വരിതം പ്രാഗാൽ ഖരക്രോധേന മൂർച്ഛിത 14 സഹസ്രാണി രക്ഷസാം ഭീമകർമ്മണം ചോദയാമാസ രാമസ്യ സമീപം വധകാംക്ഷയാ ഖരശ്ച ത്രിശിരാശ്ചൈവ ദൂഷണശ്ചൈവ രാക്ഷസഃ സർവേ രാമം യയു. എല്ലാവരും രാമൻ്റെ അടുത്തേക്ക് പോയി. ശീഘ്രം നാനാപ്രഹരണോദ്യതാഹ, പല ആയുധങ്ങളെടുത്ത് പൊക്കിയിട്ട് ശ്രുത്വ കോലാഹലം തേഷാം, അവരുടെ കോലാഹലം കേട്ട് രാമഃ സൗമിത്രിം അബ്രവീത്, സൗമിത്രിയോട് പറഞ്ഞു എന്ന് പറഞ്ഞ് നമുക്കിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സീതാലക്ഷ്മണ ശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. ഗുരുവായൂരപ്പാ ശരണം.